നമസ്കാരം. അന്തസ്സുണ്ടെങ്കിൽ അയാൾ രാജിവെക്കണം. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ, അല്ലേ? കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഡയലോഗായി പറയുന്നു. അതായത് രാഹുൽ മാക്കോട്ടെ വിഷയത്തിനകത്ത് കെ.ബി. ഗണേഷ് കുമാർ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്ന ഒരു ഡയലോഗാണ്, അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാനാണ്. അന്തസ്സുണ്ടെങ്കിൽ അയാൾ രാജിവെക്കണം, അയാളോട് രാജിവെക്കാനായിട്ട് പറയണം. ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് കെ.ബി. ഗണേഷ് കുമാർ കോൺഗ്രസ് നേതൃത്വത്തിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യം. കോൺഗ്രസ് നേതൃത്വം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിരുന്നു എന്നുള്ള കാര്യം അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും കടന്നില്ല. ആരോപണങ്ങൾ കേട്ടപാടെ അവരത് ചെയ്തു. പക്ഷേ അവരാ ചെയ്തത് അവർക്ക് വലിയൊരു പാരയായിപ്പോയി, വലിയൊരു വിഡ്ഢിത്തരമായി പോയി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കെ.ബി. ഗണേഷ് കുമാറോട്, കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും LDF നേതൃത്വത്തോടുമാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ഈ അധപ്പതനം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ബാധകമല്ലേ? അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ? എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കുകയല്ലാതെ മറ്റ് യാതൊരുവിധ മാർഗവുമില്ല. കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കുക തന്നെ ചെയ്യും. കാരണം കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. ഇതിനു മുമ്പാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇതേ അനുഭവത്തിൽ കെ.ബി. ഗണേഷ് കുമാറിനെ രാജിവെക്കേണ്ടതായി വന്നു. അന്ന് പിന്നെ ആദ്യത്തെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിനെ പിന്നെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ നിന്ന് തന്നെ അവരുടെ ജീവിത പങ്കാളിത്തം എന്ന ആ ഒരു ലേബൽ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് വീണ്ടും മന്ത്രിസഭയിലേക്ക് പുനഃപ്രവേശനത്തിന് വരുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് തയ്യാറാവാതിരിക്കുകയും, കാരണം അത് സമൂഹത്തിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിൽ വീണ്ടും ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പുനഃപ്രവേശനം നൽകാതിരുന്നത്. അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന് പണി കൊടുക്കും എന്ന് അന്ന് കൂട്ടത്തിൽപ്പെട്ടിരുന്നവരോട്, അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പണി എന്ന് പറയുന്നത് കേരള സമൂഹം അതുവരെ കാണാത്ത ഒരു നികൃഷ്ടമായ, അല്ലെ ഒരു വൃത്തികെട്ട മ്ലേച്ഛമായ ഒരു പണിയായി പോയി എന്നുള്ള പൊതുസമൂഹം പിന്നീട് തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സാറിനെ എല്ലാവിധത്തിലും ഒതുക്കി ഇല്ലാതാക്കി മണ്ണിനടിയിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പരാമർശിക്കുകയും പറഞ്ഞിരിക്കുകയും ചെയ്ത കാര്യം പൊതുമണ്ഡലം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതാണ്ട് അതേ പാതയിൽ കെ.ബി. ഗണേഷ് കുമാർ ഇപ്രാവശ്യവും മിക്കവാറും തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ രാജിവെക്കും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അറിവ്. എന്താണെങ്കിലും ശരി, ആ കാര്യങ്ങളായിട്ട് ഇനിയിപ്പം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇത് പുറമെ ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ വന്നിരുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അതായത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഭാര്യയായ ബിന്ദു മേനോൻ അവർ വളരെ കൃത്യമായിട്ടും ആ ഒരു വിഷയം അപ്പം തന്നെ അറിയിക്കേണ്ടിടങ്ങളിൽ അറിയിച്ചിരുന്നു. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ്റെ മകളും അതുപോലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ വീണ വിജയനോട്, അല്ലെങ്കിൽ വീണ റിയാസിനോട് കൃത്യമായിട്ട് അവരപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയും അവരുടെ എവിഡൻസ് സഹിതം അവർ ആ കാര്യങ്ങൾ വീണ വിജയനെ അല്ലെങ്കിൽ വീണ റിയാസിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു പരിധിവരെ ഈ വീണ വിജയൻ അല്ലെങ്കിൽ വീണ റിയാസ് ഒരു പരിധിവരെ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു ഘട്ടം കൂടി വരുമ്പോൾ അത് മന്ത്രിസഭയ്ക്കാകെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മുഹമ്മദ് റിയാസിനും അത് വ്യക്തിപരമായിട്ടും ഭയങ്കര ഒരു ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ.ബി. ഗണേഷ് കുമാറിനെ രാജിവെക്കുകയല്ലാതെ മറ്റ് യാതൊരുവിധ പോംവഴിയും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു, സംജാതമായിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതാണെങ്കിലും ഈ മന്ത്രിസഭയ്ക്ക് ഇനിയിപ്പോൾ വലിയ കാലാവധിയൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമത് മന്ത്രിസഭ ഇനി വന്നാൽ പോലും കൂടെ കെ.ബി. ഗണേഷ് കുമാറിന് ഒരു രീതിക്കും കയറി പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. രണ്ടാമത് ഒരു കാരണവശാലും ഈ മന്ത്രിസഭ അധികാരത്തിൽ വരില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ വീണ വിജയനെ സംബന്ധിച്ച് ഇതിനു മുമ്പാണെങ്കിലും ശരി, കഴിഞ്ഞ മന്ത്രിസഭാ കാലത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമായിട്ടുള്ള രണ്ട് ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആരോപണം മാത്രമായിരുന്നില്ല. ഒന്ന്, സ്പ്രിംഗ്ലർ കേസിനകത്ത് ഈ വീണ വിജയൻ അന്ന് ഉൾപ്പെട്ടിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തേക്ക് കൊണ്ടിരുന്നു എങ്കിൽ പോലും കൂടെ
അന്നത്തെ പ്രതിപക്ഷം അത് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു, ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ പൊതുസമൂഹ മധ്യത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. മറ്റൊരു കേസാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത്. അതായത് വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് അന്ന് KGR കർത്തയുടെ കരിമണൽ മാഫിയ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിനകത്തൊക്കെ ഉൾപ്പെട്ടിരുന്ന ആ വീണ വിജയൻ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം സംബന്ധിച്ച് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അത് LDFനും CPMനും ഭയങ്കര ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനേക്കാളും എല്ലാം ഉപരി വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും അത് ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് മൊത്തത്തിൽ LDFനെയും CPMനെയും അതിശക്തമായിട്ട് കെണിയിൽ വീഴ്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റായിട്ട് KB ഗണേഷ് കുമാർ രാജിവെക്കുകയല്ലാതെ മറ്റ് യാതൊരുവിധ മാർഗങ്ങളുമില്ല. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന SSPയുടെ തലയ്ക്ക് കിട്ടിയ ഒരു അടിയായി തന്നെ KB ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ മാക്കൂട്ടം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ അതിശക്തനായ യുവ നേതാവായിട്ട് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ മാക്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്ത് ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെ ശക്തമായ ആവശ്യം എല്ലാ മേഖലകളിലേക്കും, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലേക്കും UDF നേതൃത്വത്തിലേക്കും പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അത് ഇനിയെങ്കിലും അത് പ്രതിപക്ഷം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് ക്ഷീണം എന്നുള്ളത് ഇപ്പോൾ അവരും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ടത്. എന്തൊക്കെയാണെങ്കിലും ശരി, KB ഗണേഷ് കുമാർ പറഞ്ഞ ആ അധപ്പതനം, അതോടൊപ്പം തന്നെ അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കുക. ഈ സിനിമ ഡയലോഗൊക്കെ വളരെ നല്ലതായിരുന്നു, പക്ഷേ അതൊക്കെ സ്വന്തം കാര്യത്തിനകത്ത് അത് എത്രമാത്രം പാലിക്കാൻ സാധിക്കും എന്നുള്ളത് KB ഗണേഷ് കുമാറിനെ പോലുള്ളവരും അതുപോലെ M മുകേഷിനെ പോലെയൊക്കെയുള്ളവരും തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് KB ഗണേഷ് കുമാറിൻ്റെ രാജി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.